നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്, അതേപോലെ 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതും കൂടാണ്ട് നമ്മൾ 90% ലോണും പാസ്സാക്കി കൊടുക്കുന്നത്. 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള GTX പ്ലസ് ഏറ്റവും ടോപ്പിന് വണ്ടിയാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, സോറി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവർക്കൊരു ഓഫറാണ്. നിങ്ങൾ കാറ് പർച്ചേസ് ചെയ്യൊന്നും വേണ്ട, സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ആകെ 12,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ വാഹനം അല്ലേ? 2023 മോഡലാണ്. SX ഓപ്ഷണൽ ഏറ്റവും ടോപ്പ് ആൻഡ് അഫോർഡബിൾ പ്രൈസ് ആണ് ശരിക്കും ആരിയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു ബെസ്റ്റ് പ്രൈസ്. ഇതിന്റെ പിന്നെ ന്യൂ കാറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10-12 ലക്ഷം തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. കുശാക്ക് നമ്മളൊരു ഓഫർ പ്രൈസിൽ ഇട്ടാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 16,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. അത് വലിയൊരു വണ്ടിയാണ്, ചെറിയ അഫോർഡബിൾ പ്രൈസും ആണ് വരുന്നത്. വണ്ടി ബെസ്റ്റ് പ്രൈസിൽ ഓഫറിൽ കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. 2023 മോഡൽ HTK പ്ലസ് ആണ്, മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ്, വെറും 12,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ടാറ്റയുടെ നെക്സോണിന്റെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഗംഭീരമായ ഒരു കളക്ഷനും ഒരു ഓഫർ വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. SUVകൾ, സബോമീറ്റർ SUVകൾ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് എല്ലാ കമ്പനീസിനും നമുക്ക് SUVs ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലും അത് ലോ കിലോമീറ്ററും കമ്പനി വാറണ്ടി ഒക്കെ ഉള്ള അടിപൊളി വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് 100% പുതിയ കാർ എടുക്കുന്നത് പോലെ ടെൻഷനൊന്നും കൂടാതെ നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷന്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത് ക്യാപ്സിലാണ്. അപ്പോൾ ഈ വിഷുവിൻ്റെ 2 ഡേയ്സ് മുമ്പാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വിഷുവിനൊക്കെ വേണ്ടി, ഈസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട് വാഹനങ്ങൾ നോക്കുന്നവർ ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട. നല്ല ഗംഭീര കളക്ഷൻസ് ആണ് ഉള്ളത്. സോ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഇന്ന് നമ്മളെ കൂടെയുള്ളത് ജെഫ്ന തന്നെയാണ്. ജെഫ്ന, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ക്യാപ്സിന്റെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്, തിരുവണ്ണൂരാണ് പ്ലേസ് വരുന്നത്. ഇനി അഥവാ ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ക്യാപ്സി വിഷു ആയിട്ട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ക്യാപ്സിൽ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവർക്കൊരു ഓഫറാണ്. നിങ്ങൾ കാറ് പർച്ചേസ് ചെയ്യൊന്നും വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും കാർ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് നമുക്ക് തരാം. അപ്പോൾ 6 മാസം കൊണ്ട് 8 റെഫറൻസ് നമുക്ക് തരികയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ബാങ്കോക്കിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഗംഭീരമായ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാപ്സ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുക, ഈ റെഫറൻസ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 റെഫറൻസ് 6 മാസം കൊണ്ടായി കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ, അത് നമ്മൾ ലക്ഷറി സ്റ്റേ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ജെഫ്നയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓഫേഴ്സ് പിന്നെയുണ്ട്. അതായത് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്, അതേപോലെ 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതും കൂടാണ്ട് നമ്മൾ 90% ലോണും പാസ്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാന്നുള്ളതാണ്. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ന്യൂ ഫേസിൽ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെൽട്ടോസ്, അതും ഫുൾ ബ്ലാക്ക് വണ്ടി, പനോരമിക് സൺറൂഫും അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എടുത്തു പറയണ്ടേ അല്ലേ? അഡാസ് 2 ലെവലൊക്കെ വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള GTX പ്ലസ് ഏറ്റവും ടോപ്പിന് വണ്ടിയാണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, സോറി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്, അതും ഏറ്റവും ലോ കിലോമീറ്റർ വാഹനം അല്ല? ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററും ഇല്ല. നിലവിലെ കമ്പനി വാറണ്ടി ഉണ്ടോ ഇതിന്? കമ്പനി വാറണ്ടി ഉണ്ട്. പിന്നെ ഇതിന്റെ വാറണ്ടി ഇയേഴ്സിലേക്ക് ഗ്രാഫൈൻ കോട്ടിങ്ങിന്റെ വാറണ്ടി ഉണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടി എടുക്കുന്നവർക്ക്, അതായത് പുതിയ വണ്ടി എടുത്ത് പോകുന്നൊരു ഫീലോടെ തന്നെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 21,50,000 ആണ്. വണ്ടി പാർക്ക് ആൻഡ് സെയിൽ ആണ്. നമുക്ക് കസ്റ്റമറോട് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാം. അതും ഒരു ഏകദേശം 1.5 ലക്ഷം 2 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? വണ്ടി ഇറക്കാം. യെസ്. ഇത് നമുക്ക് അതിന്റെ നേരെ ഒരു കുഞ്ഞനുജൻ ലെവലുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഹുണ്ടായുടെ വെന്യൂ, അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ സൺറൂഫ് അടക്കം വരുന്നൊരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ആകെ 12,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ വാഹനം അല്ലേ? 2023 മോഡലാണ്. SX ഓപ്ഷണൽ ഏറ്റവും ടോപ്പ് ആൻഡ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ജസ്റ്റ് 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ? പക്ക 100% ഗ്യാരണ്ടി പറയാം. വെറും 12,000 കിലോമീറ്റർ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, അതും ടർബോ ആണ് വരുന്നില്ല? അതെ, ടർബോ ആണ്.
സോ നല്ല പെർഫോമൻസ് കാര്യങ്ങൾ, ഈ ഒരു 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങൾ മാത്രം, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഓൺഷിപ്പ് സിംഗിളും അല്ലായിരുന്നു. സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് 12,35,000. 12,35,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 1.5 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ലോ മെയിൻസ് വരുന്ന ഒരു വാഹനം അല്ലേ. പൊതുവെ ഏറ്റവും പെട്ടെന്ന് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് വിളിച്ചാൽ മതി. നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ടാറ്റയുടെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം എന്ന് പറയുന്നത് ശരിക്കും ഹാരിയർ തന്നെയാണ് അല്ലേ. അതിന്റെ ഡാർക്ക് എഡിഷന് ഫുൾ ബ്ലാക്കില് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന കിഡ്ലൻ ഹാരിയർ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്, അതേപോലെ സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പക്ക വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 72,000 കിലോമീറ്റർ. 72,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ? സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,90,000 രൂപ. 15,90,000 അല്ലേ. അഫോർഡബിൾ പ്രൈസ് ആണ് ശരിക്കും ഹാരിയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു ബെസ്റ്റ് പ്രൈസ്. ഇതിന്റെ പിന്നെ ന്യൂ കാറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 10-12 ലക്ഷം തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 2,02,500 ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. സുഖമായിട്ട് ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 73 കിലോമീറ്റർ. അതും ഫുൾ ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. എല്ലാം ഉണ്ട്. ആ ഭാഗങ്ങളൊന്നും നോക്കേണ്ട അല്ലേ. നേരെ നമുക്ക് ഫ്യൂൽ അടിക്കുക, അത്രയും കണ്ടീഷനാണ് വരുന്നത്. ദെൻ വീണ്ടും നമുക്ക് ക്രെറ്റയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്രെറ്റയിൽ ഇറങ്ങിയ ഒരു ജനറേഷനാണ് ഈ ഒരു ജനറേഷൻ അല്ലേ. അതും ബ്ലാക്ക് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡലാണ്. 2022 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ്. 27,000 കിലോമീറ്റർ ആണ് വരുന്നത്. എസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതുകൂടാണ്ട് പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്. ഓക്കെ, അപ്പോൾ IMT ആകുമ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ കംഫർട്ട് ആയിട്ടുള്ള വാഹനമാണ്. കാരണം നമുക്ക് IMT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പോലെയാണ്. ക്ലച്ച് ഉണ്ടാവില്ല, നമുക്ക് ആക്സിലേറ്റർ ബ്രേക്ക് മാത്രം വരുന്ന ഒരു മോഡല്. എന്നാൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരും. നല്ല കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാം. അതും ലോ കിലോമീറ്റർ വാഹനം. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു ചോദിക്കുന്ന റേറ്റ് 13,60,000. 13,60,000 അല്ലേ. നമുക്കൊരു സബോമീറ്റർ SUV-ന്റെ റേറ്റ് നമുക്ക് ലോ കിലോമീറ്റർ ഒരു ക്രെറ്റ ഉണ്ടാവും. ഏകദേശം 1.5 ബ്ലാക്ക് കളറും കൂടിയാണ്. ഓക്കെ, 1.5 ലക്ഷം രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്കൊരു വീണ്ടും ഒരു കെയുടെ സെൽട്ടോസ് തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ് അല്ലേ. ഒരു മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലാണ്. X-Line ആണ്. 38,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ എല്ലാത്തിലും ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ നമ്മൾ കുറെയൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക്കിലും സെൽട്ടോസ് ഉണ്ട് കയ്യിൽ. ഓക്കെ, സോ നമുക്ക് ഒക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ അല്ലേ. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 18,25,000. 18,25,000. ഒരു ബെസ്റ്റ് പ്രൈസിന് വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി ഒരു 2 lakh ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും നമുക്ക് ഒരു കുഷാക്കാണ്. നമുക്ക് ഇന്ന് എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെയും SUV-കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. സ്കോഡ കുഷാക്ക്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് കുഷാക്ക് നമ്മളൊരു ഓഫർ പ്രൈസിൽ ഇട്ടാണ്. ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. 2021 മോഡലാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് ആൻഡ് സ്റ്റൈല്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1.5 ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ റെഫറൻസ് വരുന്ന ഒരു വണ്ടിയാണ്. ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 10,90,000 രൂപയാണ്. ഒരു മാറ്റം കൂടി വെത്തിത്തരാം. ഫിക്സഡ് പ്രൈസ് ആണ്. എന്നാലും നമ്മളെ കസ്റ്റമേഴ്സിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വന്ന് നെഗോഷിയേഷൻ അവൈലബിൾ ആണ്. ചെറിയ രൂപത്തിൽ സ്പെഷ്യൽ റേറ്റ് ആണ്. ഒരു 10 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കൊരു SUV എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് എൻഡിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ. ഒരു 1.5 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം. വീണ്ടും നമുക്കൊരു ക്രച്ച തന്നെയാണ്. അതും ബ്ലാക്ക് തന്നെയാണ്. നേരെ തിരിച്ച് മാനുവൽ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡൽ SX ഓപ്ഷണൽ. സിംഗിൾ ഓണർഷിപ്പ്. 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,60,000 തന്നെ. 13,60,000 ഒരു ബെസ്റ്റ് പ്രൈസിന് മാനുവൽ ആണ്. അത് നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ സൺറൂഫ്, അലോയ്, പുഷ് ബട്ടൺ അങ്ങനെ എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ. അടുത്ത നമുക്ക് വീണ്ടും ഒരു കിഡ്ലൻ 7 സീറ്റർ വാഹനമാണ്. നമ്മുടെ കെയുടെ കാരൻസ് അല്ലേ. നല്ല മൈലേജും നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ജസ്റ്റ് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. ഡീസലിൽ വരുന്ന IMT. സോ നല്ല കംഫർട്ടും ആയിരിക്കും. നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല. നല്ല കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അതും ഡീസലിൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. നല്ല ഫീച്ചർ ലോഡറാണ്.
പക്ഷെ നമുക്ക് കൊടുക്കുന്ന ക്യാഷ് അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനം അല്ല. അതെ. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതും ലോ കിലോമീറ്റർ വാഹനം. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഡീസൽ IMT ഗിയർ ബോക്സ്. എത്ര ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് 15,90,000 ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. നമ്മളൊന്ന് കോൾ ചെയ്താൽ മതി. ഒരു 1 സംതിങ് ഉണ്ട് സുഖമായിട്ട് വേണ്ടി വരും. ഇത് നമുക്ക് MGയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഹനം അല്ല. പക്ഷെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ നല്ല ഓപ്ഷൻസ് വരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് MG ഹെക്ടർ. ഷാർപ്പല്ല വരുന്നത്. അതെ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡലാണ്. ഡീസലാണ് വരുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 16,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. അത് വലിയൊരു വണ്ടിയാണ്. ചെറിയ അഫോർഡബിൾ പ്രൈസും ആണ് വരുന്നത് വണ്ടിക്ക്. നല്ല ഫീച്ചർ ആണ്. ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, നല്ല സ്പേഷ്യസും ആണ്. സാധാരണ നമുക്ക് ഡീസൽ വണ്ടി ഇത്ര ലോ കിലോമീറ്റർ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. MGയിൽ പൊതുവേ കിട്ടാറില്ല അങ്ങനെ അത്ര ഒരു കിലോമീറ്റർ കുറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു കളറും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റെഫറൻസ് വരുന്നതാണ്. മൊത്തത്തിൽ ഫുൾ ഒരു ബ്ലാക്ക് മൈ ആണ്. ഫുള്ള് ബ്ലാക്ക് മൈ ആണ് ക്യാപ്സിൽ ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ആണ് SUV കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ലെവലിലുള്ള മിനി SUV-കളാണെങ്കിലും സബോമീറ്റർ SUV-കളാണെങ്കിലും SUVs എല്ലാം നമുക്ക് ബ്ലാക്കിൽ ഒത്തിരി കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഡീസലിൽ ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഇത് പിന്നെ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ വരുന്നത്? മാനുവൽ ആണ് വരുന്നത്. സോ നല്ല മൈലേജ് ഓട്ടോമാറ്റിക് വരുന്നില്ല. അപ്പൊ സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത് ഈ റേറ്റ്? നമ്മള് ചോദിക്കുന്ന റേറ്റ് വെറും 16 ലക്ഷം രൂപയാണ്. പക്ഷേ ഓൺ റോഡ് പ്രൈസ് അത്യാവശ്യം നല്ല ഉണ്ട്. ഒരു പുതിയ വണ്ടി ഇറക്കുന്ന പോലെ തന്നെ ഇറക്കാൻ പറ്റും. അപ്പൊ ലോ കിലോമീറ്റർ ഏകദേശം നല്ല ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 2 lakh ഉണ്ടെങ്കിലൊക്കെ നമുക്ക് 2.5. അത് നമ്മളെ പ്രൊഫൈൽ അനുസരിച്ചാണ് വരുന്നത്. ഓക്കെ. ദെൻ വീണ്ടും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ കേയുടെ സെൽട്ടോസ് വീണ്ടും വരുന്നത്. സെൽട്ടോസ് അത്യാവശ്യം പല കളേഴ്സിലും പല ഓപ്ഷൻസിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതിപ്പോ നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ ഓഫറിൽ കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. 2023 മോഡൽ HTK+ ആണ്. മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 12,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ, അലോയ്, അങ്ങനെ ബാക്ക് ക്യാമറ, അങ്ങനെ എല്ലാ അലോയ് ഫീച്ചേഴ്സും വരുന്നുണ്ട് വണ്ടിയിൽ. ഓക്കെ. എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു തരാം. ഓഫർ പ്രൈസ് ആണ് 12,90,000 രൂപ. 12,90,000 ബെസ്റ്റ് പ്രൈസിന് സെൽട്ടോസ് നമുക്കിപ്പോൾ കൊണ്ടുപോകാന്നുള്ളതാണ്. ഓൺ റോഡ് പ്രൈസ് എനിക്ക് തോന്നുന്നു 18 ലക്ഷം രൂപ അടുത്തോളം വരുന്നുണ്ട്. 2023 വണ്ടിയാണ്. കമ്പനി 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി 2023 ലാസ്റ്റ് മന്തിലേക്ക് വരുന്ന വണ്ടിയാണ്. ഒരു സോണറ്റ് അല്ല? അതെ. സബോമീറ്റർ SUV. ഓക്കെ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ HTX IMT സിംഗിൾ ഓൺഷിപ്പ്. 24,000 കിലോമീറ്റർ ആണ്. പെട്രോൾ ആണ് വാഹനം വരുന്നത്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 9,70,000. 9,70,000 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് വരുന്നത്. അപ്പം HTX നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു മോഡലാണ്. ലോ കിലോമീറ്റർ വാഹനം. വെറും 24,000 കിലോമീറ്റർ. എത്ര ചോദ്യം എന്ന് പറഞ്ഞത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 9,70,000. ഏകദേശം നമുക്ക് ഒരു 1 ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതിന്റെ നേരെ അപരം എന്ന് പറയാല്ലേ. ഹുണ്ടായിൽ വരുമ്പോ വെന്യൂ ആണ്. അതും സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന അതിന്റെ ഫസ്റ്റ് ജെൻ മോഡൽ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ SX ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഓക്കെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 38 സംതിങ് കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. അതും ടർബോ ആണ് വരുന്നത് അല്ലേ? സോ നല്ല പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. അതും DCT ഗിയർ ബോക്സ് അല്ലേ? ചോദിക്കുന്ന റേറ്റ് 10,70,000. 10,75. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 1 lakh ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ടാറ്റയുടെ നെക്സോൺ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ. ഇത് ഫസ്റ്റ് തന്നെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ XT+ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വരുന്നത് 7,80,000 രൂപ. 7,80,000 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ലോ കിലോമീറ്റർ വാഹനമാണ്. പിന്നെ നല്ല കംഫർട്ട്, ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങൾ, അത്യാവശ്യം ഫീച്ചേഴ്സ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു നമ്മൾ ആസ്കിങ്? എങ്ങനെയായിരുന്നു? 7,85,000. 7,85,000. ഏകദേശം നമുക്ക് ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം. അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡലാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. XM ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എനിക്ക് തോന്നുന്നു 30 സംതിങ് കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 5,30,000 രൂപ. ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഒരു നെക്സോൺ അല്ലേ? അതെ.
എക്സം ആണ് ഏറ്റവും ചെറിയൊരു പ്രൈസ്, നമുക്കൊരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിനൊക്കെ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 85% തന്നെ ചെയ്യും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാക്കാൻ പറ്റും, സുഖമായിട്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന ഒരു വാഹനം. ദെൻ വീണ്ടും നമുക്ക് സെയിം സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന അടുത്തൊരു മോഡൽ. ഇതെങ്ങനെയാണ്? മിഡിൽ ഓപ്ഷനിൽ സൺറൂഫ് വരുന്ന ടൈപ്പാണ്. 2022 മോഡൽ XMS എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജസ്റ്റ് 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,35,000. 35 അല്ലേ? അതെ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി, നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. യെസ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇറക്കാം. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. നല്ല കംഫർട്ടാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനം. അത് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു വാഹനം, സൺറൂഫ് അടക്കം വരുന്ന ഒരു മോഡൽ അല്ലേ? ഇത് ഡീസലാണോ അതോ പെട്രോളാണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. ഒരു 16 3 വണ്ടി പെട്രോൾ മാനുവൽ. ദെൻ നമുക്ക് വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ് വന്നിട്ടുള്ളത്. GT ലൈൻ ക്യാപ്സിൽ ഉണ്ടാവല് പെട്രോൾ ഓട്ടോമാറ്റിക്കലാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക്കൽ സ്റ്റോക്ക് ഇല്ല, ഉള്ളതൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ ഇതെങ്ങനെയായിരുന്നു? മൈലേജ് കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ സെൽട്ടോസിന്റെ അത്യാവശ്യം കളർ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ. GT ലൈൻ ആണ് വരുന്നത് അല്ലേ? GT ലൈൻ. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല, അത്രയും ഫീച്ചർ ലോഡറാണ് ഈ വാഹനം. സീറ്റ് വെന്റിലേഷൻ ഒക്കെ അടക്കം വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡല് ലാസ്റ്റ് മന്ത് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 18,15,000. 18-15. ഒരു 2 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും നമുക്ക് ഇതാണ് ഒരു സോണറ്റ് വരുന്നുണ്ട്. നേരത്തെ ഒരു റെഡ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇത് നമുക്ക് സിൽവർ ഫിനിഷിംഗിൽ സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2022 മോഡലാണ് വരുന്നത്. HTX IMT തന്നെ. ജസ്റ്റ് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണ് വരുന്നത് വാഹനം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 10,15,000 തന്നെ. 10-15 ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ദെൻ നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് ബെസ്റ്റ് പ്രൈസിന് ഇറക്കാൻ പറ്റുന്ന റെനോ കൈഗർ. ഇങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്നത്. RXL ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. വെറും 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ. 33,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്, അതും ഓട്ടോമാറ്റിക് വേരിയന്റ് അല്ലേ? എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 6,65,000 രൂപയാണ്. അപ്പൊ റേറ്റ് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. നമുക്ക് മാക്സിമം ട്രാക്കിനെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് ഈ വാഹനം അല്ലേ? വീണ്ടും അതിന്റെ ഒരു മറ്റൊരു ഓപ്ഷൻ. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2022 മോഡലാണ്. RXZ CVT ആണ് വരുന്നത്. സാധാരണ AMT യിലാണ് ഉണ്ടാവാറ്. ഇത് CVT യിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് വെറും 18,000 കിലോമീറ്റർ ആണ്. പക്കാ ലോ കിലോമീറ്റർ. ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനം. എത്ര ചോദിക്കുന്നത്? പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7,60,000. 7,60,000 അല്ലേ? ഇത് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പ്രൈസ് എല്ലാം നമ്മളെ കാറിലെല്ലാത്തിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്യാപ്സിലായിരുന്നു. സോ നമുക്ക് ഇന്ന് ലീഡിംഗ് ബ്രാൻഡ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് എല്ലാ SUVകളും സബോമീറ്റർ SUVകളും നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഡീസൽ ഓട്ടോമാറ്റിക്കിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്സിൽ ടർബോയിലൊക്കെ വരുന്ന ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. സോ ടെൻഷൻ കൂടാതെ കമ്പനി വാറണ്ടിയിൽ ലോ കിലോമീറ്ററുള്ള നല്ല അടിപൊളി കാറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിൽ തിരുവണ്ണൂരാണ്. സോ നിങ്ങൾ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയ സ്പെഷ്യൽ ഓഫേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഫ്രീ ഓഫ് കോസ്റ്റ് ബാങ്കോക്ക് ഫുക്കറ്റ് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 6 മാസം കൊണ്ട് 8 റെഫർ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റ് അപ്പ് ആൻഡ് പ്ലെയിൻ ടിക്കറ്റ് അടക്കം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് നിങ്ങൾക്ക് ബാങ്കോക്ക് പോയിട്ട് വരാമെന്നുള്ളതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്പർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.